ബംഗ്ലാദേശിലെ റംഗ്പൂരിൽ ഒരേ കുടുംബത്തിലെ 4 പേര് വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കും ഹിന്ദു സമൂഹത്തിനുമെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമങ്ങളുടെയും വേട്ടയാടിന്റെയും ഒടുവിലത്തെ ഉദാഹരണമാണ് സംഭവമെന്നാണ് സൂചന. ഗണപതി ചക്രവർത്തി ഭാര്യ പ്രീതലത, ബിരുദാനന്തര വിദ്യാർത്ഥിനിയായ മകൾ അഗാമി, 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ പ്രിയം എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 3 ദിവസമായി ഇവരെക്കുറിച്ച് വിവരമില്ലാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമെന്നാണ് പ്രാഥമിക തെളിവുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യം നടത്തിയതിനു മുൻപായി വീടിന്റെ പ്രധാന വൈദ്യുതി ബന്ധം അക്രമികൾ വിച്ഛേദിച്ചിരുന്നു. വീടിനുള്ളിലെ ലോക്കറുകളും അലമാരകളും തകർത്ത നിലയിലാണ്. ഇത് കേവലം കവർച്ചാശ്രമമാണെന്ന് വരുത്തി തീർക്കാൻ പ്രാദേശിക അധികൃതർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന വംശീയ അതിക്രമങ്ങളുടെ ഭാഗമാണിതെന്ന ശക്തമായ ആരോപണവുമായി പ്രാദേശിക ഹൈന്ദവ സംഘടനകളും ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. യാതൊരുവിധ വ്യക്തിവൈരാഗ്യങ്ങളോ ശത്രുതയോ ഇല്ലാത്ത സൗമ്യനായ ഒരു റിട്ടയർഡ് അധ്യാപകന്റെ കുടുംബത്തിന് നേരെ നടന്ന ആക്രമണം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ വീണ്ടും വലിയ ചോദ്യചിഹ്നമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വിഷയം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചേക്കും. ജനം, ഡൽഹി.